എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 32-ാം സങ്കീർത്തനം 7-ാം വാക്യം. നീ എനിക്ക് മറുപടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അതിമനോഹരമായ ഒരു സങ്കീർത്തന വാക്യഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇതിനെ ആസ്പദമാക്കി ഒരു ഭക്തൻ പാട്ട് എഴുതിയിട്ടുണ്ട്. മറുപടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. ദാവീദിന്റെ ജീവിതത്തിലെ 2 പ്രധാന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഓർപ്പിക്കുന്നത്. ഒന്ന്, റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയത് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്ന സ്ഥലം ആശ്രയിക്കാൻ പറ്റിയത് ആയിരിക്കണം. അതാണ് 34-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അബീമേലെക്കിന്റെ അടുക്കൽ ചെന്ന് ആശ്രയിക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നതെങ്കിലും അത് ആശ്രയത്തിന് യോഗ്യമായ സ്ഥലമായിരുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ താൻ ബുദ്ധിഭ്രമം നടിച്ചു. ഒരു അരഭ്രാന്തനെ പോലൊക്കെ ഒന്ന് അഭിനയിച്ചു. തനിക്ക് മനസ്സിലായി താൻ റെസ്റ്റ് ചെയ്യാൻ ചെന്ന സ്ഥലം ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലെന്ന് ബോധ്യമായി. ദാവീദ് ഇവിടെ പറയുന്നത്, നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. മറവിടം, ആശ്രയം, റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം, ആശ്രയിക്കാൻ പറ്റിയ സ്ഥലം. കാരണം കഷ്ടത്തിൽ നിന്ന് സൂക്ഷിപ്പാൻ കഴിയുന്ന ദൈവം. നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ, ഒരു പ്രായം വരെ ഉറങ്ങുമ്പോൾ, ഉറങ്ങുന്നതിന് മുൻപ് ആരെങ്കിലും അവരുടെ അടുത്ത് വേണമെന്ന് നിർബന്ധമുണ്ട്. പല കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. കാരണം അവർ റെസ്റ്റ് ചെയ്യുന്ന സമയമാണെങ്കിലും അവർക്ക് ആശ്രയിക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭയം ഉണ്ടാകും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് വരികയില്ലെങ്കിലും ഉറങ്ങാൻ അവർക്കൊരു ഭയം തോന്നും. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറവിടമായി റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, ആശ്രയമായി നമുക്ക് പറ്റിയ ഒരു സ്ഥലം, അപ്പോൾ തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ, പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റിയ ഒരിടം. അതുകൊണ്ടല്ലേ ഒരിക്കൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇത്ര നല്ലവനായ കർത്താവിന്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കരുണ തോന്നും. നമ്മോട് കരുണ കാണിച്ച് മറവിടമായി നമ്മെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവ്. അവനറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും നിലത്ത് വീഴുന്നില്ല. ഇത്ര സുരക്ഷിതമായി നമ്മെ കാക്കുവാൻ ആർക്ക് കഴിയും? കർത്താവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നമുക്ക് ധൈര്യത്തോടെ പറയാം, ദൈവമേ, നീ എനിക്ക് മറുപടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായും അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.